ஒரு ட்ரீம் இருக்கு. என்னை நம்பி ஒரு 1000 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് എല്ലാം இருக்காங்க. ഞാൻ വല്ലാത്ത മാങ്ങാ തൊലിയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. നമുക്കിപ്പോ എന്തെല്ലാം സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ജോബ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി തന്ത്രം അല്ലെ. ഈ തന്ത്രം എന്ന് പറയുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്യുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്, ഒരു 20 പീപ്പിൾ ആണ് ആ ജോബിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ 20 പീപ്പിളിന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഔട്ട്സ്റ്റാൻഡ് ചെയ്യാൻ നോക്കുക. ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് നമ്മൾ മാറി നിൽക്കണം. അതിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, எனக்குன்னு ஒரு ட்ரீம் இருக்கு. என்னை நம்பி ஒரு 1000 என்ஜினியரிங் கிராஜுவேட்ஸ் எல்லாம் இருக்காங்க. எனக்காக எதுவுமே எதிர்பார்க்காம உழைச்சவங்க. இப்போ நான் இந்த வேலையை அக்செப்ட் பண்ணிக்கிட்டேன்னா அதெல்லாம் அப்படியே நின்றோம். தப்பா நினச்சிக்காதீங்க மேடம். ഞാൻ ഡെഡിക്കേറ്റഡ് ആണ്, ഞാൻ ഭയങ്കര സിൻസിയർ ആണ്, ഞാൻ വല്ലാത്ത മാങ്ങാ തൊലിയാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. ഈ പറയുന്ന സംഭവം ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്യരുത്. കാരണം ഇതിലൊരു ഡിഫറൻഷിയേഷനും ഇല്ല. കാരണം ഇത് തന്നെയാണ് ഈ HR അതുപോലെ തന്നെ ഈ കമ്പനി ആരാണോ ഹയർ ചെയ്യുന്നത് അവരിത് എപ്പോഴും കേൾക്കുന്ന സംഭവം ഇത് തന്നെയാണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എത്രത്തോളം നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നമ്മൾക്ക് ആ വർക്കുമായി റിലേറ്റ് ചെയ്ത് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമോ, എന്ത് മറ്റുള്ളവർ സംസാരിക്കുന്നു അത് നമ്മൾ സംസാരിക്കാൻ പാടില്ല. എക്സ്ട്രീമിലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ടോക്ക് ചെയ്യുക. വൺസ് ഈ പറയുന്ന ഈ പ്രൊഫഷന്റെ എല്ലാ സ്കിൽസും ലേൺ ചെയ്തതും ഏൺ ചെയ്ത ഒരാളാണെങ്കിൽ മാത്രം, ക്ലിയർ ആയോ, ഈ തന്ത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുക. മനസ്സിലായില്ലേ? മറ്റുള്ളവർ ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മൾ മാക്സിമം ഡിഫറൻഷിയേറ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുക. ഇത് തന്നെയാണ് ഉത്തരം.